ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിയാൽ അമിത നിരക്കിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് കെഎസ്ഇബിയുടെ തീരുമാനം. സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ജലവൈദ്യുത പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലാകെ 3000 TMC വെള്ളമാണ് ശേഖരിക്കുന്നത്. ഇതിൽ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി ഉപയോഗിക്കുന്നത് 300 TMC വെള്ളം മാത്രമാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി പറയുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയിലൂടെ ഒരു യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ 15 പൈസയാണ് ചെലവ്. അതേ യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 55 പൈസ നൽകണം. ജലവൈദ്യുതി പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിതരണം ചെയ്യാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നമുക്ക് ധാരാളം വെള്ളം ഉണ്ടായിട്ടും നമ്മൾ വേണ്ടത് ഉപയോഗിക്കില്ല. 3000 TMCയോളം വെള്ളം നമുക്കുണ്ട്. നമ്മൾ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിക്കും ഒക്കെ കൂടി 300 TMC ഉപയോഗിക്കുന്നു. ബാക്കിയുള്ളൊന്നും ഉപയോഗിക്കില്ല. നമുക്ക് സാധ്യതയുണ്ടായിട്ടും നമുക്ക് ഇടുക്കിയിൽ 55 പൈസയാണ്. പക്ഷെ 4 ദിവസം മുമ്പ് നമ്മൾ മേടിച്ചത് 15 രൂപയ്ക്കാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികൾ പലതും മുടങ്ങാൻ കാരണം അനാവശ്യ വിവാദങ്ങളാണ്. ചെറുകിട വൈദ്യുതി പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് കെഎസ്ഇബി ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനിടെ കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനും കെഎസ്ഇബി പഠനം തുടങ്ങിയിരുന്നു. 24 ഇടുക്കി.